നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ നാം വിനിയോഗിക്കേണ്ടത് എപ്പോഴും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നാം വിനിയോഗിക്കേണ്ടത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ എനിക്ക് ആരാധന ചെയ്യുവാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാനമായ ലക്ഷ്യം, അല്ലാഹുവിനുള്ള ലക്ഷ്യം അവന് ആരാധന ചെയ്യുവാൻ വേണ്ടിയാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്, ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തെ സൃഷ്ടിച്ചിട്ട് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരെ ഈ ലോകത്തേക്ക് വിടുന്നതിന് മുമ്പായി ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ് ഈ ഭൂമിയിലേക്ക് വിട്ടത്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ അയച്ചതും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. നമ്മളെയും ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെടുകയും നമ്മളെ സ്വർഗ്ഗത്തിൽ കടത്തുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന് നന്ദിയായി നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അങ്ങനെ ഇബാദത്ത് ചെയ്താൽ നമുക്ക് രണ്ട് ലോകത്തിലും വിജയിക്കാൻ കഴിയും. നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടാൽ അവന് പരീക്ഷണങ്ങൾ കൂടും. എത്രത്തോളം ഒരു ദാസനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം, എത്ര ഇഷ്ടപ്പെടുന്നുവോ അതനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നാം വിചാരിക്കും, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇവിടെ തോന്നിവാസികളായി താന്നോന്നികളായി ഒരു വഖത്ത് നിസ്കാരം പോലും നിസ്കരിക്കാത്ത എത്രയോ അടിമകൾ, എത്രയോ മനുഷ്യർ ഇവിടെ നല്ല സുഖ സൗകര്യത്തോടുകൂടെ ആഡംബരത്തോടെ അഹങ്കരിച്ച് ജീവിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി 5 നേരം കുടിഞ്ഞ് നമസ്കരിക്കുന്ന എന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്നാൽ ആ ചിന്ത തെറ്റാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നമുക്ക് രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയാണെങ്കിൽ രോഗം വരാൻ വേണ്ടി നാം ആഗ്രഹിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ രോഗം തരികയാണെങ്കിൽ അതിൽ നാം ക്ഷമിക്കുക. അതിന്റെ തുടക്കത്തിൽ ക്ഷമിച്ച് അല്ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നാം കഴിയുകയാണെങ്കിൽ, ഈ പരീക്ഷണങ്ങളെല്ലാം നാം ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടുള്ളതായ സ്നേഹം അവന് കൂടും. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇത് നശ്വരമായ വീടാണ്. ഈ ദുനിയാവിന് യാതൊരു നിലനിൽപ്പുമില്ല. ഇന്ന് കാണുന്നത് നാളെ കാണുകയില്ല, നാളെ കാണുന്നതിന്റെ അടുത്ത ദിവസം കാണുകയില്ല. ദുനിയാവ് എപ്പോഴും എപ്പോഴും വേണമെങ്കിലും നശിച്ചു പോകാം. ഈ ദുനിയാവ് തന്നെ നശ്വരമായ വീടാണ്, നാശത്തിന്റെ വീടാണ്. ശാശ്വതമായ ഭവനം എന്ന് പറഞ്ഞാൽ അത് പരലോകമാണ്. ആ പരലോകത്തിലേക്കുള്ളതായ ജീവിതം ആരംഭിക്കുന്നത് ഖബർ മുതലാണ്. ആ ഖബറിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നാം അമൽ സ്വാലിഹാത്തുകൾ ചെയ്യണം. പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ പരിശുദ്ധമായ റമളാനിൽ, ആ റമളാന്റെ ദിനരാത്രങ്ങളിൽ നാം നോമ്പുകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കണം. അങ്ങനെ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട്
അടുത്തുകൊണ്ട് നാം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിലും ദാസിമാരിലും ഉൾപ്പെടണം. അങ്ങനെ ഉൾപ്പെട്ട് നാം വിജയിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു മനുഷ്യൻ അവൻ ഖബറിൽ എത്തുമ്പോൾ അവന് ഖബറിൽ കൂട്ടാളിയായി കിട്ടുന്നത് ഈ ദുനിയാവിൽ വെച്ച് അവൻ ചെയ്ത അമൽ സ്വാലിഹാത്തുകൾ മാത്രമാണ്. വേറൊന്നും അവന് ഖബറിൽ കിട്ടുകയില്ല. അവന് ഖബറിൽ സന്തോഷിപ്പിക്കാൻ വരുന്നത് അവൻ ഈ ദുനിയാവിൽ അനുഷ്ഠിച്ച നോമ്പുകളാണ്, ഈ ദുനിയാവിൽ അവൻ ചെയ്ത ധർമ്മങ്ങളാണ്, ഈ ദുനിയാവിൽ അവൻ ചെയ്ത സൽപ്രവർത്തനങ്ങളാണ്. ഈ സൽപ്രവർത്തനങ്ങളാണ് അവന്റെ ഖബർ ജീവിതത്തിൽ അവനെ സന്തോഷിപ്പിക്കാൻ വരുന്ന വസ്തുവകകൾ. ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടി നാം അമൽ ചെയ്യണം. നിഷ്കളങ്കമായി നാം ചെയ്യുന്ന ഏത് അമലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ആ ഒറ്റ നിയത്തിൽ നാം അമൽ ചെയ്യുക. നാം ചെയ്യുന്നത് മറ്റാരെയും കാണിക്കാൻ വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം സൽപ്രവർത്തനങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിജയിപ്പിക്കും. ഖബർ മുതലുള്ള നമ്മുടെ ജീവിതം സന്തോഷത്തിലാകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ പിന്നെ അങ്ങോട്ടുള്ളതായ അവന്റെ ജീവിതങ്ങളെല്ലാം വളരെ എളുപ്പത്തിലായിരിക്കും, വളരെ സന്തോഷത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ മുതൽ നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ നാം സന്തോഷം കിട്ടുവാൻ വേണ്ടി നാം പ്രവർത്തിക്കണം. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നാം അമൽ ചെയ്യണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്വർഗ്ഗവാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. ആ മഹ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ ചെയ്യും. ഈ ദുനിയാവിൽ നാം ഒരുപാട് അമലുകൾ ചെയ്തു. അമലുകളുടെ വിഷയമാണ് ഞാൻ പറയുന്നത്. നാം ഒരുപാട് അമലുകൾ ഈ ദുനിയാവിൽ അനുഷ്ഠിച്ചു. നാം നോമ്പ് പിടിച്ചു, സകാത്ത് കൊടുത്തു, നമസ്കരിച്ചു, ഇങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്തു. എന്നാൽ ആ മഹ്ശറയിൽ ചെല്ലുമ്പോൾ നമ്മളെ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വന്ന നാം എല്ലാവരും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒറ്റ ഉപേക്ഷയും വിചാരിക്കരുത്. കൃത്യമായും 5 നേരം നിസ്കാരമില്ലാത്തവർ കൃത്യമായും 5 നേരം ഇന്നു മുതൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ നിസ്കാരം ഉപേക്ഷിക്കുകയില്ല, ഇന്നു മുതൽ ഞാൻ ഇതാ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് നിസ്കാരമില്ലാത്തവർ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്ക് ഖബറിൽ വിജയിക്കണ്ടേ, നമുക്ക് ഖബറിൽ രക്ഷപ്പെടണ്ടേ. ആ ഖബറിൽ നമുക്ക് രക്ഷയാകണമെങ്കിൽ ദുനിയാവിൽ നാം ഒരുപാട് അമലുകൾ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. നമസ്കാരം ഉണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. ഇപ്പൊ കൃത്യമായി നമ്മൾ 5 നേരം നമസ്കാരമുള്ളവരാകണം. കൃത്യമായിട്ടും 5 നേരം നിസ്കരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ കൃത്യമായി അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാം നമസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീചമായ പ്രവർത്തനങ്ങളെന്നും നിന്ദ്യമായ പ്രവർത്തനങ്ങളെന്നും നമസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തടയും. കൃത്യമായി നാം ഇബാദത്ത് ചെയ്യേണ്ടത്, നമസ്കരിക്കേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ സമയമായാൽ ഉടൻ തന്നെ നമസ്കരിക്കുക. അതിന് കുറച്ച് സമയം മാറ്റിവെക്കാതെ സമയമായാൽ ഉടൻ തന്നെ നമ്മൾ ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. നിസ്കാരത്തിന്റെ സമയമായാൽ ഉടൻ തന്നെ നമസ്കരിക്കുക. കാരണം നിസ്കാര അമലുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരം. അതിന്റെ ആദ്യത്തെ സമയത്ത് നമസ്കരിക്കലാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യ സമയത്ത് നമ്മൾ നമസ്കരിക്കുക എന്നുള്ളതാണ് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. നാം ആദ്യ സമയത്ത് നമസ്കരിച്ചില്ല, ആ സമയം തീരുന്നതിന്റെ ഉള്ളിൽ നമുക്ക് നമസ്കരിച്ചാലും മതി. പക്ഷേ നാം ആദ്യ സമയത്ത് നാം ജീവിച്ചിരിക്കുന്നു, ആ സമയത്ത് നമുക്ക് നമസ്കാരം നിർബന്ധമായി. നാം കുറച്ച് സമയം കഴിഞ്ഞ് നമസ്കരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹിസ്സലാമിനെ വിട്ട് നമ്മുടെ റൂഹ് പിടിച്ചു.
നിസ്കാരത്തിന്റെ സമയമായി, നിസ്കരിക്കാനുള്ള സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. പക്ഷേ നാം നമസ്കരിച്ചില്ല. എന്നാൽ ഈ നിസ്കാരത്തെക്കുറിച്ച് നിനക്ക് ഞാൻ സമയം തന്നു, എന്തുകൊണ്ട് നീ നിസ്കരിച്ചില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് അമലുകളിൽ നിസ്കാരത്തിന് നമ്മൾ ശ്രദ്ധിക്കുക. അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് അങ്ങ് നമസ്കരിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും നാം പ്രധാനമായി നമ്മൾ ആ നിസ്കാരത്തിന്റെ സമയമായാൽ ഉടൻ തന്നെ നമ്മൾ അങ്ങ് നിസ്കരിക്കാൻ ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടാകും, പിന്നെ നമുക്കത് രസമായി മാറും. രസമായും നാം മാറുകയും നമ്മൾ അതുപോലെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതും ഖബറിൽ വിജയിക്കാൻ പറ്റുന്ന, ഖബർ മുതലുള്ള ജീവിതത്തിൽ നമുക്ക് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ പരിശുദ്ധമായ റമളാന്റെ ദിനരാത്രങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അമലുകൾ ചെയ്യാൻ നമുക്ക് ഒരു ദാസന് കിട്ടുന്നതിൽ ഒരു വലിയ സുവർണ അവസരമാണ് പരിശുദ്ധമായ റമളാൻ. അടുത്ത ഈ റമളാനിലേക്ക് നമുക്ക് എത്തുമോ എന്നറിയുകയില്ല. എത്തുവാൻ വേണ്ടി നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ. വബല്ലിഗ്നാ റമളാൻ. റമളാനിലേക്ക് നമ്മളെ അടുപ്പിക്കണമേ എന്ന് നാം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധിപ്പിച്ചു തരുമാകട്ടെ. ആ വരുന്ന റമളാനിൽ നമുക്ക് കടക്കുവാനും നല്ല ഉത്സാഹത്തോടുകൂടെ ആ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്ന, ആ റമളാൻ കടന്നു വരുന്നതിൽ സന്തോഷിക്കൽ തന്നെ ഒരു സത്യവിശ്വാസിക്ക് വളരെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. റമളാൻ എത്തിയില്ല, റമളാൻ വരാൻ പോവുകയാണ്. അങ്ങനെ സന്തോഷിച്ച് ആ റമളാനെ സ്വീകരിക്കുവാൻ വേണ്ടി നാം കാത്തു നിൽക്കുകയാണ് സത്യവിശ്വാസി. അതിനുപോലും സത്യവിശ്വാസിക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ ആ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധമായ റമളാന്റെ ദിനരാത്രങ്ങളെ നാം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ റമളാനിൽ ചെയ്യാൻ പറ്റും. നമ്മൾ കൃത്യമായി നമസ്കരിക്കുക. അതുപോലെ തന്നെ എത്രത്തോളം ഖുർആൻ ഓതാൻ പറ്റുമോ അത്രത്തോളം ഖുർആൻ ഓതുക. അതുപോലെ തന്നെ എത്രത്തോളം സ്വലാത്തുകൾ ചെല്ലാൻ പറ്റുമോ അത്രത്തോളം സ്വലാത്തുകൾ ചെല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം ഒരു സ്വലാത്താണ് ചെല്ലുന്നെങ്കിൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു സ്വലാത്തിന് 10 പ്രതിഫലമാണെങ്കിൽ റമളാനിൽ ഒരുപാട് പ്രതിഫലമാണ് ഒരു സ്വലാത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അമലുകൾ നമുക്ക് കൂടുതലായി ഇരട്ടിപ്പിക്കപ്പെടുകയാണ്. അമലുകളുടെ പ്രതിഫലങ്ങൾ പരിശുദ്ധമായ റമളാനിൽ നമുക്ക് ഇരട്ടിപ്പിക്കുകയാണ്. നമുക്ക് പരലോകത്ത് വിജയിക്കാൻ ഒരു അവസരം ഉണ്ടാവുകയാണ് അതിലൂടെ. അപ്പോൾ നാം എന്ത് ചെയ്യണം? പരിശുദ്ധമായ റമളാനിൽ അതിന്റെ പകലുകളിൽ കൃത്യമായി നോമനുഷ്ഠിക്കുകയും ഒരുപാട് ഖുർആൻ ഓതുകയും ചെയ്യുക. നാം ഖുർആൻ ഓതുകയാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, അല്ലാഹുവേ, ഈ മനുഷ്യൻ പരിശുദ്ധമായ റമളാനും അതുപോലെ ഖുർആനും പറയും, അല്ലാഹുവേ, റമളാൻ പറയും, അല്ലാഹുവേ, ഈ മനുഷ്യൻ റമളാന്റെ പകലിൽ നോമ്പെടുത്ത മനുഷ്യനാണ്. അപ്പോൾ ഖുർആൻ പറയും, അല്ലാഹുവേ, ഈ മനുഷ്യൻ റമളാനിൽ ഖുർആൻ ഓതിയ മനുഷ്യനാണ്, ഇവനെ സ്വർഗത്തിൽ കടത്തേണമേ എന്ന് നോമ്പും അതുപോലെ ഖുർആനും അല്ലാഹുവിനോട് ശുപാർശ ചെയ്ത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കും. അതിനെല്ലാം നാം എന്ത് ചെയ്യണം? പരിശുദ്ധമായ റമളാനിൽ, റമളാൻ അല്ലാതെ എപ്പോഴും നമ്മൾ ഖുർആൻ ഓതുകയും ഒരുപാട് നമസ്കരിക്കുകയും ചെയ്യുക. ഫർള് നമസ്കാരങ്ങൾ അതൊരു അടിസ്ഥാനമാണ്. ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാട് നമസ്കരിക്കുക. ഈ ഫർള് നമസ്കാരങ്ങൾക്ക് മുന്നിലും പിന്നിലുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അതിന് വലിയ ശ്രേഷ്ഠതയാണ്. നാം നമസ്കരിക്കാറില്ല. നമ്മുടെ ഫർള് നിസ്കാരങ്ങൾ ഫർള് നിസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കുകയും അതിന് മുന്നിലും പിന്നിലുമുള്ളതായ സുന്നത്ത് നമസ്കാരങ്ങളും അത് നമ്മൾ നിർവഹിച്ച് നമുക്ക് ആഖിറത്തിൽ വിജയിക്കുവാൻ നാം പരിശ്രമിക്കുക. അതിനെല്ലാം ഈ സദസ്സ് ഒരു കാരണമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗവാസികൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ ഇനി എന്താണ് അധികരിപ്പിച്ച് തരേണ്ടത്?
അപ്പോൾ അവര് പറയും, അല്ലാഹുവേ, നീ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, നിന്നെ ഒന്ന് കണ്ടില്ലല്ലോ അല്ലാ, നിന്നെ കാണാൻ വലിയ ആഗ്രഹമാണ് എന്ന് സ്വർഗവാസികൾ അല്ലാഹുവിനോട് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മറ മാറ്റപ്പെടുകയും അങ്ങനെ ഈ സ്വർഗവാസികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുകൊണ്ട് അതിൽ ലയിച്ചു പോയി. ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും അത് ഏറ്റവും പ്രിയപ്പെട്ടതായി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാ കാണൽ വലിയ അനുഗ്രഹമായി മാറും. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധമായ ഖുർആനിൽ നാം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഓതാറുള്ള സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ കാന യർജു ലിഖാ റബ്ബിഹി فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. നാം അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നവരാണെങ്കിൽ നാം ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറയുകയാണ്, ഫമൻ കാന യർജു, ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ, ലിഖാ റബ്ബിഹി, അവന്റെ സൃഷ്ടാവിന്റെ, അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്ന റബ്ബിനെ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സ്വാലിഹായ അമലുകൾ ചെയ്തു കൊള്ളട്ടെ, സൽപ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളട്ടെ. ഞാൻ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അല്ലാഹുവിനെ കാണാൻ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വാലിഹായ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമസ്കരിക്കുക, അതൊരു നല്ല പ്രവർത്തനമാണ്. നോമ്പ് പിടിക്കുക, അതൊരു നല്ല പ്രവർത്തനമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, അതൊരു നല്ല പ്രവർത്തനമാണ്. ഖുർആൻ ഓതുക, ഇതിനെല്ലാം ഓരോന്നിനും ഓരോരോ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിസ്കരിച്ചാലുള്ള പ്രതിഫലം, സ്വലാത്ത് ചൊല്ലിയാൽ, ഇങ്ങനെ ഓരോരോ അമലുകൾക്കും ഓരോരോ പ്രതിഫലങ്ങളുണ്ട്. ഇങ്ങനെ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് അല്ലാഹുവിനെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിനെ കാണുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നാം എന്തു ചെയ്യണം? സൽപ്രവർത്തനങ്ങൾ ചെയ്യണം. നിസ്കാരം കൃത്യമായി നമസ്കരിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള സൽപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് ഇവിടെ വിഷയമായി തന്നിരിക്കുന്നത് ആശംസ പറയലാണ്. ഈ മഹനീയമായ ഈ ദീനിന്റെ മജ്‌ലിസിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഉദിക്കുന്ന ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രിയപ്പെട്ട എനിക്ക് വേണ്ടി പരിശുദ്ധമായ റമളാനിലും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പരിശുദ്ധമായ റമളാനിലും അല്ലാത്തപ്പോഴൊക്കെ ദുആ ചെയ്യുകയും എൻ്റെ പരലോകം വിജയിക്കുവാൻ വേണ്ടി, സ്വർഗത്തിൽ കടക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന ദുആവസിയത്തോടുകൂടെ ഈ ദീനി മജ്‌ലിസിന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.